സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ചാണ് ഇന്ന് ഈശോ സുവിശേഷത്തിലൂടെ പറയുന്നത്. നമുക്ക് ഇതിന് എന്തുമാത്രം വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതിനെ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം എന്നർത്ഥം. ശിഷ്യന്മാർ വലയും വള്ളവും ഉപേക്ഷിച്ചതുപോലെ, അതേ കൂട്ടത്തിലുണ്ടായിരുന്ന അപ്പനെയും ഉപേക്ഷിച്ചതുപോലെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിന് ഏറ്റവും പ്രധാന സ്ഥാനം കൊടുക്കണമെന്നാണ്. ഈശോയുടെ കൂടെ പോകുന്നതിന് മറ്റൊന്നും തടസ്സമാവരുത്. ഈശോയുടെ കൂടെ പോകുന്നതിന് മറ്റൊന്നും തടസ്സമാകരുത്. അങ്ങനെ തടസ്സം വന്നെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. എന്താണ് നമുക്ക് തടസ്സം വന്നിരിക്കുന്നത്? എന്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്? എന്നാൽ ഈശോ തന്നെ പറയുന്നുണ്ട്, ബലിയല്ല കരുണയാണ് നമുക്ക് വേണ്ടത് എന്ന്. എന്നാൽ കരുണയോടുകൂടി, എന്നാൽ ഈശോയോട് കൂടി ചേർന്ന് പോകുവാൻ, ഏറ്റവും പ്രധാനമായിട്ട് യേശുവിനോട് ചേർന്ന് പോകുവാൻ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായതെല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. അതിനൊരു ബന്ധങ്ങളും പാടില്ല പൊന്നു സഹോദരങ്ങളെ. അപ്പുറമുള്ള ഒരു വലിയ ബന്ധത്തിലേക്കാണ്, സ്നേഹബന്ധത്തിലേക്കാണ് ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നത്. കാരണം ഈശോ ജീവൻ നൽകിയാണ് നമ്മെ നേടിയത്. നമ്മളും ജീവൻ നൽകി തന്നെ അവനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. അതിനായി ഉള്ള കൃപ ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.